ഓൺലൈൻ വഴി മൊബൈൽ റീചാർജ് ചെയ്യുന്നവരായിരിക്കും നമ്മളിൽ പലരും. എന്നാൽ ഇനി മുതൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ബഹ്റൈനിൽ പ്രമുഖ ടെലികോം കമ്പനിയുടെന്ന് തെറ്റിദ്ധരിച്ച് വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ച് റീചാർജ് ചെയ്ത മലയാളികളടക്കം നിരവധി പേരുടെ പണമാണ് നഷ്ടമായിരിക്കുന്നത്. കമ്പനിയുടെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്ത ശേഷം ലഭിക്കുന്ന ലിങ്ക് വഴി കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറി റീചാർജ് ചെയ്തു. എന്നാൽ ഇതൊരു വ്യാജ ലിങ്ക് ആയിരുന്നു. ഒറ്റ നോട്ടത്തിൽ ഒരു വ്യത്യാസവും തോന്നാതെ ഒറിജിനൽ കമ്പനിയുടെ വെബ്സൈറ്റ് പോലെ തോന്നിപ്പിക്കുന്നതായിരുന്നു വ്യാജ ലിങ്കും വെബ്സൈറ്റും. പതിവ് പോലെ റീചാർജ് ചെയ്യാൻ വേണ്ടിയാണ് ഗൂഗിൾ വഴി കമ്പനിയുടെ സൈറ്റ് സെർച്ച് ചെയ്യുന്നത്. വർഷങ്ങളോളമായി ഇതേ മാർഗം ഉപയോഗിക്കുന്നത് കൊണ്ട് രണ്ടാമതൊന്നും ചിന്തിച്ചില്ല. വന്ന ആദ്യ ലിങ്കിൽ തന്നെ കയറി സ്വകാര്യ വിവരങ്ങളും ബാങ്ക് വിവരങ്ങളും റീചാർജ് ചെയ്യേണ്ട തുകയും നൽകി. പതിവ് പോലെ OTPയും ചോദിച്ചു. 8 ദീനാറായിരുന്നു റീചാർജ് ചെയ്യാറ്. എന്നാൽ OTP നൽകിയപ്പോഴാണ് 8 ദീനാറിനേക്കാൾ അധികം തുക ബാങ്കിൽ നിന്ന് നഷ്ടമായതായി മെസ്സേജ് വന്നത്. ഫോണിൽ റീചാർജ് ആയതും കാണുന്നില്ല. ആ സമയത്താണ് തട്ടിപ്പിനിരയായതായി മനസ്സിലായത്. പണം നഷ്ടപ്പെട്ട ഒരു മലയാളിയുടെ വാക്കുകളാണിത്. ശ്രദ്ധിക്കുക, ആ ലിങ്ക് ഇപ്പോഴും ഓൺലൈനിൽ നിലവിലുണ്ട്. ആരെയും വിശ്വസിപ്പിക്കുന്ന തരത്തിലാണ് തട്ടിപ്പുകാർ വ്യാജ ലിങ്ക് നിർമ്മിച്ചിരിക്കുന്നത്. തങ്ങളുടേതല്ലാത്ത ലിങ്ക് വഴി പണം നഷ്ടമായതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ടെലികോം കമ്പനി വ്യക്തമാക്കുന്നത്. ഇത്തരം തട്ടിപ്പുകളിൽ പെടാതെ ജാഗ്രത പാലിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമാണ്.